നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 ഫെബ്രുവരി മാസം 10-ാം തീയതി 1200-ാം ആണ്ട് മകരമാസം 28-ാം തീയതി തിങ്കളാഴ്ച. ഇന്നത്തെ നക്ഷത്രം പുണർദം നക്ഷത്രമാണ് ഉദയ നക്ഷത്രമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് തിങ്കളാഴ്ച, ചന്ദ്രൻ്റെ ദിവസം. ദിവസങ്ങളിൽ നല്ല ദിവസമാണ് ചന്ദ്രൻ്റെ ദിവസം. എന്നിട്ട് നക്ഷത്രം പുണർദം. പുണർദ നക്ഷത്രം എന്ന് പറയുമ്പോൾ ശുഭനക്ഷത്രങ്ങളിൽ പെടുന്നതാണ് പുണർദം. അപ്പോൾ പുണർദ നക്ഷത്രവും തിങ്കളാഴ്ചയും. അപ്പോൾ ഇന്ന് ഒരാഴ്ചയുടെ ആരംഭമാണ്. നമുക്കിന്ന് എന്ത് കാര്യങ്ങൾക്കും ഇറങ്ങാം. ഇന്ന് രാവിലെ എണീറ്റ് എന്തിനാണ് രാവിലെ 6 മണിക്ക് തന്നെ നിങ്ങളെ അറിയിക്കുന്നു എന്ന് ചോദിച്ചാൽ, നിങ്ങൾക്കിന്ന് കൊള്ളാമെങ്കിൽ നിങ്ങൾ ഇന്നത്തെ ദിവസം ഒരു കാര്യങ്ങളും മാറ്റിവെക്കരുത്, നാളത്തേക്ക് മാറ്റിവെക്കരുത്. നാളത്തെ ദിവസം നമുക്ക് അനുകൂലമാവണമെന്നില്ല. അപ്പം നമുക്ക് കൊള്ളാവുന്ന ദിവസം മാക്സിമം എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തു പോകണം. ഇതാ കാരണം ഇന്ന് നല്ല ദിവസമായതുകൊണ്ട് നമ്മളിന്ന് ഒരു കാര്യത്തിന് ഇറങ്ങുന്ന കാര്യങ്ങൾ വിജയത്തിലേക്ക് വരും. ഒരു ഓഫീസിൽ പോയാൽ പോലും ഒരാളിനെ കിട്ടും. നമ്മളൊരു കോൺട്രാക്റ്റിന് വേണ്ടി ശ്രമിച്ചാലോ, അല്ലെങ്കിൽ ഒരു വർക്കിന് വേണ്ടി ശ്രമിച്ചാലോ, ഇൻ്റർവ്യൂവിന് വേണ്ടി ശ്രമിച്ചാലോ, ഒരു ആപ്ലിക്കേഷൻ അയച്ചാലോ അതിൻ്റെ പുറത്തൊക്കെ പോസിറ്റീവ് നടപടി ഉണ്ടാവും. അതുകൊണ്ടാണ് നല്ല സമയത്ത് ചെയ്യുന്നത് നല്ലതായി ഭവിക്കും. അത് പ്രപഞ്ചത്തിൻ്റെ പ്രത്യേകതയാണ്. അതുപോലെ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളൊരു പുണർദ നക്ഷത്രം, മകരമാസത്തിലെ പുണർദ നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ, ഒരു വർഷത്തെ ഫലത്തെ നമ്മൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ ഭാഗ്യദായകമായ ഒരു വർഷമാണ് എന്നറിയുക. നിങ്ങൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? ഒരു കാര്യത്തിലും അറച്ചു നിൽക്കരുത്, ഇറങ്ങണം. ഒരു വീട് വെക്കാനാവട്ടെ, വസ്തു മേടിക്കാനാവട്ടെ, അല്ലെങ്കിൽ വീട് വാങ്ങാനാവട്ടെ, അതുപോലെ വാഹനം വാങ്ങാനാവട്ടെ, വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്നവർ എനിക്ക് കുറച്ചുകൂടി നല്ല ജോലിക്ക് ശ്രമിക്കണം, അല്ലെങ്കിൽ മൈഗ്രേറ്റ് ചെയ്ത് മറ്റൊരു സ്ഥലത്തേക്ക് പോകണം. വിദേശത്ത് പഠിക്കാൻ ശ്രമിക്കുന്നവർ, എനിക്ക് പഠിക്കാൻ ശ്രമിച്ചിട്ട് നടക്കാതിരിക്കുന്നവർ, നിങ്ങളെല്ലാം ഇറങ്ങണം. കാരണം നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. നല്ല സമയത്ത് ശ്രമിച്ചാൽ നമുക്ക് ആ റൂട്ട് ഓപ്പൺ ആയിരിക്കും. മറ്റേ ബ്ലോക്കായിരിക്കുന്ന സമയത്ത് നമ്മൾ പോയിട്ട് ബ്ലോക്കിൽ കിടന്നിട്ട് അയ്യോ ഞാൻ ശ്രമിച്ച് നടന്നില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് ശ്രമം തുടരണം. അതുപോലെ തന്നെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും രാഹുകാല സമയം നോക്കി യാത്ര തിരിക്കണം. കാരണം ഒരു ആഴ്ചയുടെ ആരംഭമാണ്. പക്ഷേ രാഹുകാലം രാവിലെ വരുന്ന ദിവസവും കൂടിയാണ് തിങ്കളാഴ്ച. കലണ്ടറിൽ 7 തൊട്ട് 9 മണി വരെ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആളുകൾക്കെല്ലാം 9 മണിക്ക് ശേഷം ഇറങ്ങിയാൽ പറ്റില്ല. അതുകൊണ്ട് 7:30-ക്ക് മുമ്പ് ഇറങ്ങണം. 7:30-ക്ക് മുമ്പ് ഇറങ്ങിയാൽ നേരത്തെ ആയിപ്പോവും എന്നൊക്കെ വിചാരിച്ച് ടെൻഷൻ പിടിക്കും, പലരും പറയാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് രാഹുകാല സമയം 7 തൊട്ട് 9 വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇന്നത്തെ ശരിക്ക് രാഹുകാല സമയം 8:16 തൊട്ടേ രാഹുകാലം തുടങ്ങുകയുള്ളൂ. അല്ലാതെ 7:30-ക്കല്ല, 8:16 തൊട്ട് തുടങ്ങുകയും 9:44 വരെ രാഹുകാല സമയമുണ്ട്. അപ്പോൾ നമ്മൾ 7:30-ക്ക് ഇറങ്ങി 9 മണിക്ക് അല്ലെങ്കിൽ 9 മണിക്ക് ഇറങ്ങാൻ നിൽക്കും. 9 മണിക്ക് ഇറങ്ങിയ രാഹുകാല സമയത്താണ് ഇറങ്ങണേ. അതുകൊണ്ട് 8:16 വരെ രാഹുകാലം സമയമല്ല, അതിനകത്ത് വെച്ച് നിങ്ങൾ ഇറങ്ങിയാൽ മതി ഓരോ കാര്യത്തിനാണ്. അല്ലെങ്കിൽ 9:44 കഴിഞ്ഞിട്ടേ നിങ്ങൾ ഇറങ്ങാവൂ. അത് യാത്രയ്ക്ക് മാത്രമാണ്. അല്ലെങ്കിൽ രാഹു നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ യാത്ര തിരിക്കുകയാണെങ്കിൽ പാമ്പെഴയും പോലെ എല്ലാ കാര്യങ്ങളെയും എഴയിപ്പിക്കും, അതിൻ്റെ ദൃഷ്ടി പതിഞ്ഞാൽ. അതുപോലെ ഇന്നും എല്ലാ ദിവസവും ഗുളികകാലവും യമകണ്ഠ കാല സമയമുണ്ട്. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. അപ്പോൾ ഇന്നത്തെ ദിവസവും ഗുളികകാല സമയം വരുന്നത് 2:06 തൊട്ട് 3:34 വരെയും, യമകണ്ഠ കാല സമയം വരുന്നത് 11:11 തൊട്ട് 12:39 വരെയും. ഈ സമയം ശുഭകാര്യങ്ങൾക്ക് എടുക്കരുത്.
ഇന്നും അഭിജിത്ത് മുഹൂർത്ത സമയം വരുന്നത് 12:15 തൊട്ട് 1:03 വരെ 48 മിനിറ്റ് നേരമാണ് അഭിജിത്ത് മുഹൂർത്ത സമയം. ഈ സമയം നമുക്ക് എന്ത് ശുഭകാര്യങ്ങൾക്ക് എടുക്കാം. അല്ലാതെ തന്നെ മുഹൂർത്തമുണ്ട്, മുഹൂർത്തം ഇല്ലെങ്കിലാണ് നമ്മൾ അഭിജിത്ത് മുഹൂർത്തത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണേ. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും ഈ പ്രപഞ്ചത്തിൽ ആ ഗ്രഹത്തിൻ്റെ സ്വാധീനമുണ്ട്. തിങ്കളാഴ്ച ദിവസം ചന്ദ്രൻ്റെ സ്വാധീനമുള്ള ദിവസമാണ്. ഈ ദിവസം ചന്ദ്രൻ്റെ പ്രഭാവലയത്തിലാണ് നമ്മൾ. ആ ചന്ദ്രനിൽ നിന്ന് ഉള്ള പോസിറ്റീവ് എനർജി നമ്മളെ ബോഡിയിലേക്ക് സ്വീകരിക്കാൻ വേണ്ടി നമ്മളെ വസ്ത്രധാരണത്തിന് പ്രാധാന്യമുണ്ട്. വസ്ത്രം ധരിക്കുമ്പോൾ ഈ എനർജി ബോഡിയിലേക്ക് ആഗിരണം ചെയ്യും. അതുകൊണ്ടാണ് വെളുത്ത വസ്ത്രമോ അല്ലെങ്കിൽ ശരിക്ക് പേളിൻ്റെ കളറിലുള്ളതോ വെളുത്ത മിക്സ് ആയിട്ടുള്ളതോ ആയിട്ടുള്ള കളർ വസ്ത്രം ധരിക്കുന്നത് നമുക്ക് ഭാഗ്യത്തെ കൊണ്ടുവരാൻ സഹായിക്കും. പെട്ടെന്ന് കുറച്ചുകൂടി നമ്മൾ ശ്രദ്ധിക്കപ്പെടും. ഒരു ഇൻ്റർവ്യൂവിന് പോയാൽ തന്നെ അവർ ശ്രദ്ധിക്കപ്പെടും. അതേപോലെ തന്നെ അവർക്ക് കൂടുതൽ ഗുണഫലങ്ങൾ സിദ്ധിക്കാനും സഹായിക്കും. സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഉന്മേഷവും വർദ്ധിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് മാത്രമല്ല എല്ലാവർക്കും ഐശ്വര്യപ്രദമായ ഒരു ദിവസമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.